ഗുഡ് മോർണിംഗ് ഓൾ. നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വളരെ നാളുകളായി കാത്തിരുന്ന റെയിൽവേ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന്റെ ഒഫീഷ്യൽ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ ഏപ്രിൽ മാസം 28 മുതൽ 30 വരെ 3 ദിവസങ്ങളിലായിട്ടാണ് റെയിൽവേയുടെ പാരാമെഡിക്കൽ എല്ലാ എക്സാമുകളും നടക്കാൻ പോകുന്നത്. സോ നമ്മുടെ നഴ്സിംഗ് എക്സാം അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാം എത്ര ഷിഫ്റ്റ് ആണെന്ന് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് എക്സാമിന്റെ 10 ദിവസം മാത്രമാണ് എക്സാം സിറ്റി കൃത്യമായ ഡേറ്റ് ഒക്കെ അറിയാൻ കഴിയും. അതുപോലെ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത് 4 ദിവസം മുന്നേ മാത്രമാണ്. സോ അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്സാം ഏത് ഷിഫ്റ്റ് ആണെന്നും ഏത് ദിവസമാണെന്നും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ എക്സാം നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2019 അല്ലെ. 2019 ദിവസങ്ങളിലായിട്ട് 5 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടന്നത്. ജൂലൈ 20, 21 ആദ്യ ദിവസം 3 ഷിഫ്റ്റും രണ്ടാമത്തെ ദിവസം 2 ഷിഫ്റ്റുമായിട്ട് അങ്ങനെ ടോട്ടൽ 5 ഷിഫ്റ്റ് എക്സാം ആയിരുന്നു കഴിഞ്ഞ റെയിൽവേ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. സോ നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ 90 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. സോ 90 മിനിറ്റ്സിൽ നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ സിലബസിനെ കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. സോ എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങളുടെ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് 70 മാർക്ക് പ്യൂർലി ബേസ്ഡ് ഓൺ നഴ്സിംഗ് സബ്ജക്ട്സുകളാണ്. ബാക്കി വരുന്ന 30 മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്ക് GK കറണ്ട് അഫയേഴ്സ് ആണ്, 10 മാർക്ക് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, 10 മാർക്ക് ജനറൽ സയൻസ് ആണ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റ് ബേസിസിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെ 70-30 എന്ന അനുപാതത്തിലാണ് നഴ്സിംഗ് നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. സോ നിങ്ങൾ കരുതുന്ന പോലെ ആദ്യം 70 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യവും ബാക്കി വരുന്ന 30 നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് അവസാനം, അങ്ങനെ അല്ല റെയിൽവേ എക്സാമിന് വരിക. സോ വളരെ ശ്രദ്ധിക്കുക. നഴ്സിംഗ് ക്വസ്റ്റ്യനുകളുടെ ഇടയിൽ തന്നെ GKയും ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ സയൻസും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനുകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടൈം നമുക്ക് എടുക്കും അല്ലെ. ഇപ്പൊ റീസണിങ്ങോ അല്ലെങ്കിൽ GKയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ അറ്റൻഡ് ചെയ്യുന്ന പോലെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനുകൾ കുറച്ചുകൂടി നമുക്ക് ടൈം എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളാണ്. സോ നമ്മൾ പരമാവധി നമ്മൾ നഴ്സിംഗ് ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ടൈം വേണ്ട ചോദ്യങ്ങൾക്ക് നമുക്ക് സമയം കൊടുക്കാൻ കഴിയും. സോ നഴ്സിംഗ് ചോദ്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആകണം. സോ ഓൺലൈൻ എക്സാം ആണ്. സോ ഇപ്പോഴേ ഓൺലൈൻ മോഡൽ എക്സാമുകൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ നമ്മുടെ റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ മോഡൽ എക്സാമുകൾ അവൈലബിൾ ആണ്. എല്ലാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. സോ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എക്സാം കാറ്റഗറി നമ്പർ CN4/2024 ആണ്. പാരാമെഡിക്കൽ കാറ്റഗറി എല്ലാം ഇവിടെ എല്ലാം വരുന്നത്. ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, എക്സ്റേ ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, എല്ലാ പാരാമെഡിക്കൽ പോസ്റ്റുകളുടെയും കാറ്റഗറി നമ്പർ CN4/2024 ആണ്. ഇതിന്റെ എല്ലാം എക്സാം ഡേറ്റ് വരുന്നത് 28 ഏപ്രിൽ 2025 മുതൽ 30 ഏപ്രിൽ 2025 വരെയാണ്. സോ 3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സോ എത്ര ഷിഫ്റ്റ് ആണ് നമുക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാൾ ടിക്കറ്റ് വരെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ എന്താണ് ഡേറ്റ്, അതിൽ ഏത് ഷിഫ്റ്റ് ആണ് നമ്മുടെ എക്സാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ എക്സാം സിറ്റി ആൻഡ് എക്സാം ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റുക 10 days prior to the exam date of official website of RRBs ആണ്. സോ 10 ദിവസം മുന്നേ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഏത് ഷിഫ്റ്റ് ആണ് നമ്മുടെ എക്സാം, എന്നാണ് എക്സാം എന്നുള്ളതും ഒക്കെ, സെന്റർ എവിടെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 ദിവസം മുന്നേ മാത്രമാണ്. ഇനി നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത് 4 ദിവസം മുന്നേ മാത്രമാണ്. എക്സാമിന്റെ 4 ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ നമുക്ക് ആധാർ, നമുക്ക് ഒറിജിനൽ ആധാർ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ID കാർഡും ഹാൾ ടിക്കറ്റും രണ്ടുമാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. ഒറിജിനൽ ആധാറും ഹാൾ ടിക്കറ്റും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇന്ന് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ എക്സാമുകൾ എന്ന് പറയുന്നത് 2019 നടന്ന എക്സാമിന് ഈ 5 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടന്നിരുന്നതെങ്കിലും പല ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ജനറൽ സയൻസ് ആണെങ്കിലും പല ചോദ്യങ്ങളും ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ അടുത്ത ഷിഫ്റ്റുകൾ എക്സാം വന്നു. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യത്തെ ദിവസം എക്സാം നടന്നവരെ സംബന്ധിച്ച് ഒരു ഐഡിയ കിട്ടി അവർക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇപ്പൊ ജനറൽ
ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യനുകൾ വന്നത്. ആ സെയിം ടോപ്പിക്കിൽ തന്നെ അടുത്ത് ഇപ്പൊ ആവറേജിന്റെ ക്വസ്റ്റ്യൻ വന്നുവെങ്കിൽ അടുത്ത ഷിഫ്റ്റിൽ ആവറേജിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ആ സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ അടുത്തത് മറ്റൊരു ചോദ്യം ഡയറക്ഷൻ വന്നിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നടന്ന എക്സാമിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ജനറൽ സയൻസിന്റെ പീരിയോഡിക് ടേബിളിന്റെ എലമെന്റുകളുടെ സിമ്പൽ എല്ലാ ഷിഫ്റ്റിലും എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് രണ്ടാമത്തെ ദിവസം നടന്ന എക്സാമിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞ 2019 എക്സാമിൽ കിട്ടിയായിരുന്നു. റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ് എല്ലാം സെയിം ടോപ്പിക്കുകൾ തന്നെ വന്നുകൊണ്ട് ആ ടോപ്പിക്കുകൾ കൂടുതലായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. അതുപോലെ പീരിയോഡിക് ടേബിൾ ഈ പറഞ്ഞ പോലെ എലമെന്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പലപ്പോഴും അതൊക്കെ അവർക്ക് നോക്കാൻ രണ്ടാമത്തെ ദിവസം ഉള്ളവർക്ക് നോക്കി പോകാനൊക്കെയുള്ള അവസരം കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു. സോ എങ്കിലും ഇത്തവണ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിലും കൂടുതലും ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് തന്നെയാണ് റെയിൽവേ എക്സാം ചെയ്തത്. ഇപ്പൊ ഇതുവരെ നടന്ന റെയിൽവേയുടെ മറ്റു കാറ്റഗറിയുടെ എക്സാമുകളാണെങ്കിലും എല്ലാം ആ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെയാണ്, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ അതുകൊണ്ട് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക. ഇതുവരെ നടന്നിട്ടുള്ള 11 റെയിൽവേയുടെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ നന്നായിട്ട് മോഡൽ എക്സാമിൽ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ചും റീസണിങ്, ആപ്റ്റിറ്റ്യൂഡിന്റെ ടോപ്പിക്കുകൾ മറന്നു പോരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, റെയിൽവേയുടെ ജോലി തീരുമാനിക്കുന്ന മാർഗം എന്ന് പറയുന്നത് നോൺ നഴ്സിംഗ് സബ്ജക്ട്സിന്റെ 30 മാർക്കാണ്. അതിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യും അതായിരിക്കും നിങ്ങളുടെ ആദ്യ റാങ്കുകൾ തീരുമാനിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കുന്ന മാർഗം എന്ന് പറയുന്നത് നോൺ നഴ്സിംഗിന്റെ 30 മാർക്ക് തന്നെയാണ്. സോ ഇനിയുള്ള 35 ദിവസങ്ങളോളമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സോ ഇനിയും ഡേറ്റ് വരാത്തത് കൊണ്ട് ഉഴപ്പിയിരുന്നവരും ഒക്കെ നിങ്ങൾ എല്ലാവരും സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇനിയുള്ള ദിവസം നന്നായിട്ട് റിവിഷൻ പ്രയോജനപ്പെടുത്തുക. അതുപോലെ മോഡൽ എക്സാമുകൾ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. റെയിൽവേ എക്സാം എന്ന് അത്രത്തോളം ഒരു പ്രസ്റ്റീജിയസ് ജോബാണ് ഇന്ത്യൻ റെയിൽവേയിൽ. ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ തന്നെ വീണ്ടും 2 DA വന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനു ശേഷം തന്നെ 2 DA വന്നു കഴിഞ്ഞു. 5% DA കൂടിയിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ പുതിയ സെൻട്രൽ ഗവൺമെന്റ് പേ കമ്മീഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഈ എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ പോസ്റ്റിംഗ് നടക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ സാലറി 1 ലക്ഷത്തിന് മുകളിലായിരിക്കും. സോ 1 ലക്ഷത്തിന് മുകളിൽ കിട്ടാൻ പോകുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇനിയുള്ള ഒരു 30-35 ദിവസത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ള ബോധ്യത്തോടു കൂടി മാത്രം ആത്മാർത്ഥതയിൽ പ്രിപ്പയർ ചെയ്യാം. സോ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ വളരെ വിലപ്പെട്ടതാണ്. പരമാവധി റിവിഷൻ, പരമാവധി മോഡൽ എക്സാം, അത് ജനറൽ സയൻസ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ടോപ്പിക് വൈസ് ആണ് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഓരോ റീസണിങ് ടോപ്പിക്കും, ഓരോ ആപ്റ്റിറ്റ്യൂഡ്, ഓരോ ഫിസിക്സിന്റെ ഓരോ യൂണിറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും, കെമിസ്ട്രിയുടെ ഓരോ യൂണിറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ നന്നായിട്ട് മോഡൽ എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യാം. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ധാരാളം മോഡൽ എക്സാമുകളൊക്കെ നമ്മുടെ ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. സോ ഇനിയും നമ്മുടെ DME സ്റ്റാഫേഴ്സ് PSC അതുപോലെ JPHN ക്രാഷ് കോഴ്സ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കാം. അതുപോലെ എയിംസ് നോർസെറ്റ് 9 അതുപോലെ ഈ വർഷം അവസാനം നടക്കുന്ന നിംഹാൻസ്, ജിപ്മാർ, ഇവ 2 എക്സാം ഈ വർഷം ലാസ്റ്റ് നടക്കുന്നതാണ്. സോ അതിന്റെ ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കാം. JPHN PSC എക്സാമിന് എഴുതുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ 60 പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ഓൺലൈൻ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 കേരള PSC ഉൾപ്പെടുന്ന അതിൽ മറ്റ് സംസ്ഥാനങ്ങൾ, ഓൾ ഇന്ത്യ എല്ലാ ANM JPHN സിലബസിനെ പൂർണ്ണമായിട്ട് ബേസ് ചെയ്തുള്ള JPHN ANM ഓൾ ഇന്ത്യ എക്സാമുകളാണ് 60 എക്സാമുകളും. സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എത്ര തവണ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. കൃത്യമായിട്ട് കേരള PSCയുടെ അതേ ലെവൽ ഇപ്പൊ റെയിൽവേ ഓൺലൈൻ എക്സാം നടക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ എക്സാം എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര നെഗറ്റീവ് മാർക്കിംഗ് വന്നു, ഫൈനൽ സ്കോർ എത്രയാണ്, പിന്നെ അത് കഴിഞ്ഞ് വ്യൂ ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിന്റെയും നിങ്ങൾ കൊടുത്ത ആൻസർ, ഫൈനൽ ആൻസർ, കറക്റ്റ് ആൻസർ എന്താണെന്ന് 100 ക്വസ്റ്റ്യൻ PDF വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. സോ ഈ 60 ക്വസ്റ്റ്യൻ പേപ്പറും ഇത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമാണ്. സോ ആരെങ്കിലും അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത് ജോയിൻ ചെയ്ത് പഠിക്കണം. സോ ഒരിക്കൽ കൂടി ഇനിയുള്ള 35 ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, 1 ലക്ഷം രൂപയിലധികം കയ്യിൽ കിട്ടുന്ന സാലറി കിട്ടുന്ന ജോലിയാണ്. അത് മാത്രമല്ല മറ്റൊരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു ജോലി റെയിൽവേ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാം എന്ന് പറയുന്നത്. സമയം കളയാതെ ഇനിയുള്ള ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നന്നായിട്ട് മോഡൽ എക്സാമിന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.